ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പുതുയുഗ കേരളത്തിന്റെ നായകൻ നിയുക്ത കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സിയാൽ സ്റ്റാഫ് അസോസിയേഷൻ INTUC യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഉജ്ജ്വല സ്വീകരണവും വരവേൽപ്പും നൽകി. യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഹൈബി ഈഡൻ MP, റോജി M. ജോൺ, അൻവർ സാദത്ത്, മനോജ് മൂത്തേടൻ തുടങ്ങിയ MLA-മാരും യൂണിയൻ ഭാരവാഹികളായ ശ്രീ ടി ശിവപ്രസാദ്, ശ്രീ ബിജു പൂവേലി, ശ്രീ NK നവാസ്, ശ്രീ KJ ഷൈജു, ശ്രീ അജിത് PS, ഷിജു KV, ജോർജ് പോൾ, ഗിരീഷ് ഗോപിനാഥ്, വർഗീസ് ഷിജു, അലക്സ്, ഡൈജു ഐജൻ, മാത്യു, ഡെന്നി പാപ്പച്ചൻ, വർഗീസ്, ഷാബൂർ, ബിജോയ് ആന്റണി, ബിനു കരുമത്തി, എൽദോ PV, KV ആന്റോ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. അയയാതെ രമേശ് ചെന്നിത്തല തന്റെ ഒപ്പം നിൽക്കുന്നവരെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം. മന്ത്രിസഭയിൽ ചേരുവാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം തുടരുമ്പോഴും നിലപാടിലായാതെ രമേശ് ചെന്നിത്തല തന്റെ കൂടെ നിൽക്കുന്ന നിരവധി തവണ MLA-മാരായവരെ അടക്കം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. രമേശ് ചെന്നിത്തലയ്ക്ക് ധനവകുപ്പ് കൊടുക്കാമെന്ന നിലയിലാണ് കോൺഗ്രസിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുവാൻ കോൺഗ്രസ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുവാൻ കോൺഗ്രസ്. ഡൽഹിയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് NSUI പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനൻ രാജിവെക്കണം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തിരിച്ചടിക്ക് കാരണം പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ശൈലി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരമല്ല പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ശൈലിയാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് വിമർശനം. പയ്യന്നൂരിൽ അമിത ആത്മവിശ്വാസമുണ്ടായെന്നും സ്ഥാനാർത്ഥി നിർണയ ശൈലിക്കെതിരെയും വിമർശനം ഉയർന്നു. ഹോർമൂസ് വേഗത്തിൽ തുറക്കണം, അമേരിക്ക ഇറാൻ സമാധാന ചർച്ച വേഗത്തിലാക്കുവാൻ ആവശ്യപ്പെട്ട് ചൈന. അമേരിക്ക ഇറാൻ സമാധാന ചർച്ച വേഗത്തിലാക്കുവാൻ ആവശ്യപ്പെട്ട് ചൈന. ഹോർമൂസ് വേഗത്തിൽ തുറക്കണമെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ശാശ്വതമായ വെടിനിർത്തൽ മാത്രമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശക്തി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയില്ല. നയതന്ത്ര ചർച്ചയിലൂടെ മാത്രമേ സമാധാനം കൈവരിക്കുവാൻ സാധിക്കൂ. ചർച്ചയ്ക്കുള്ള വാതിൽ ഒരിക്കൽ തുറന്നാൽ അത് വീണ്ടും അടയ്ക്കരുതെന്നും ചൈന വ്യക്തമാക്കി. ഇറാൻ യുദ്ധം ഒരിക്കലും സംഭവിക്കുവാൻ പാടില്ലായിരുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു, ഗർഭിണിയായ യുവതി വെന്തു മരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കക്കറ മുക്ക് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി വെന്തു മരിച്ചു. കക്കറ മുക്ക് സ്വദേശി റിജിൻ ലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിന് ഗുരുതരമായി പൊള്ളലേറ്റു. രാത്രി 9:15 നാടിനെ നടുക്കിയ ദുരന്തം. ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറാണ് പെട്ടെന്ന് കത്തിയമർന്നത്. വിദേശയാത്രയ്ക്ക് നികുതി ഏർപ്പെടുത്തുമോ? വാർത്ത തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രയ്ക്ക് നികുതി എന്ന വാർത്ത തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്ത പൂർണ്ണമായും തെറ്റാണെന്നും സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലെന്നുമാണ് വിശദീകരണം. യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുവാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത് എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.